ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ചിന്നക്കനാൽ BL റാം 80 ഏക്കറിലാണ് കാട്ടാന ഇറങ്ങിയത്. നാട്ടുകാരും വനം വകുപ്പ് വാച്ചർമാരും ചേർന്ന് കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നവർ നിൽക്കുകയാണ്. വെള്ളത്തിൽ കളിക്കുന്നൊക്കെയുണ്ട് ചക്കക്കൊമ്പൻ. BL റാം 80 ഏക്കറിൽ നിൽക്കുകയാണ്. രാഹുൽ വിജയൻ ആ വാർത്തകൾ ചെയ്യുന്നു. രാഹുൽ, ഇന്നലെ ഒരാളെ ചവിട്ടിക്കൊന്ന കാട്ടാനയാണ്, അപകടകാരിയാണ്. അപ്പോൾ അതിനെ തിരികെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ചക്കക്കൊമ്പൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാഹുലും ക്യാമറമാനും ഏതാണ്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനയുടെ ഒരു മൂവ്മെന്റ് കണ്ടപ്പോഴേക്കും അവർ അവിടെ നിന്ന് മാറുകയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നൂടാണെന്ന് തോന്നുന്നു. ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി നിൽക്കുകയാണ് ഈ ചക്കക്കൊമ്പൻ. അപകടകാരിയാണ്. ഇന്നലെ ഒരാളെ ചവിട്ടിക്കൊന്ന കാട്ടാനയാണ്. നേരത്തെയും ഒരാളെ നേരത്തെയും ഇത്തരത്തിൽ വലിയ ഉപദ്രവകാരിയായ അക്രമകാരിയായ കാട്ടാനാണ്. നേരത്തെ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇതിനോടെ കൊണ്ടുപോകണം എന്ന് നാട്ടുകാർ അന്ന് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഉറപ്പായും പറയാം. ഇപ്പോഴും ഇറങ്ങി നിൽക്കുകയാണ് ജനവാസ മേഖലയിൽ. അതിനെ യാതൊന്നും ബാധിക്കുന്നില്ല. തുമ്പിക്കൈയിട്ട് വെള്ളത്തിലൊക്കെ ഇളക്കി മരത്തിനിടയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ കുറച്ച് തിന്നുന്നൊക്കെയുണ്ട്. ചിന്നക്കനാൽ BL റാം 80 ഏക്കറിലാണ് ഈ കാട്ടാന ഇറങ്ങിയത്. നാട്ടുകാരും വനംവകുപ്പ് വാച്ചർമാരും ചേർന്ന് കാട്ടാനെ തുരത്താൻ അവിടെ ശ്രമിക്കുകയുമാണ്. കാട്ടാനാക്രമണങ്ങളുടെ വാർത്ത പിന്നെയും ഒരു ഇടവേള പോലും ഉണ്ടാവുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്ത വരുന്നു എന്ന് പറയാൻ ഇടവേള പോലും ഉണ്ടാവുന്നില്ല. കാട്ടാന ആക്രമിച്ചു കൊന്ന നേരത്തെ പാലക്കാട് നിന്ന് ഷംന അവിടുത്തെ ആക്രമിച്ചു കൊന്നതും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഇടുക്കിയിൽ ഉണ്ടായ ദാരുണ സംഭവം ഉണ്ടായ കാരണക്കാരനാണ് നിൽക്കുന്ന ചക്കക്കൊമ്പൻ എന്നാണ് നാട്ടുകാരുടെ ഓമനപ്പേരൊന്നുമല്ല, വലിയ ഉപദ്രവകാരിയാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇതിനെ തിരിച്ച് കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മി, നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് വാച്ചർമാരും ചേർന്ന് ഈ ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 80 ഏക്കർ ഭാഗത്താണ്, BL റാം 80 ഏക്കർ ഭാഗത്താണ് ആന ഉണ്ടായിരുന്നത്. ആനയിറങ്ങൽ ജലാശയത്തിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ അതിനെ പടക്കം പൊട്ടിച്ച് മറുകരയിലേക്ക് കയറ്റുകയാണ്. ഇത് ഈ മതികെട്ടാഞ്ചോല ഭാഗത്തേക്ക് അതിനെ ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ മാത്രമേ വനമേഖലയുള്ളൂ, ബാക്കിയെല്ലാം ജനവാസ മേഖലയാണ്. ഇന്നലെ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. രാഹുൽ ഓടി ഒരു മല കയറുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അണക്കൽ ശ്വാസമുട്ടലുണ്ട്. ശ്വാസമുട്ടലല്ല, അണക്കലാണ്. നമ്മൾക്ക് ഓടിയ അണയ്ക്കും. രാഹുൽ പക്ഷേ നല്ല ഓട്ടക്കാരനാണ്, എന്നാൽ പോലും അണക്കൽ സ്വാഭാവികമാണ്. അപ്പോൾ അണയ്ക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നിന്ന് ഒന്ന് ശ്വാസം ഒന്ന് എടുത്തു, അപ്പോഴത്തേക്ക് ഞാൻ വരാം. എന്തായാലും ചിന്നക്കനാൽ മേഖലയുടെ പേടി സ്വപ്നമാകുന്നുണ്ട് ഈ ചക്കക്കൊമ്പൻ എന്ന് പറയാം. നേരത്തെ ഈ അരിക്കൊമ്പൻ്റെ കൂട്ടുകാരൻ അരിക്കൊമ്പൻ്റെ കൂട്ടുകാരനായിരുന്നു ചക്കക്കൊമ്പൻ. അരിക്കൊമ്പനെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഇതിനെ കൂടെ കൊണ്ടുപോകണം എന്നും പറഞ്ഞായിരുന്നു. ഇന്നലെ ഒരു ഗൃഹനാഥനെ ചവിട്ടിക്കൊന്ന ആനയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ പ്ലാവുകളിൽ ചക്ക മുഴുവൻ പറിച്ചു നിന്നാണ് ഇവൻ്റെ രീതി. അതുകൊണ്ടാണ് ഇവന് ചക്കക്കൊമ്പൻ എന്ന പേരൊക്കെ വന്നത്. എന്തായാലും അരിക്കൊമ്പൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ മേഖലയിൽ വലിയ അസ്വസ്ഥരാണ് ചക്കക്കൊമ്പൻ. ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന നാശം ചെറുതല്ല. ഒരുപാട് കൃഷിനാശമടക്കം ഈ വ്യാപകമായ നാശം ജനവാസ മേഖലയിൽ ഈ ചക്കക്കൊമ്പൻ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം ആദ്യ മാസം ഒക്കെ BL റാം സ്വദേശി സൗന്ദർരാജനെ കൃഷിയിടത്തിൽ വെച്ച് ഈ കാട്ടാന കൊന്നതാണ്. ഇന്നലെ ഒരാളെ കൊന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ആ നാടിൻ്റെ പേടി സ്വപ്നമായി മാറുന്നുണ്ട് ചക്കക്കൊമ്പനെ അവിടെ നാട് കടത്തണം എന്ന ആവശ്യം സ്വാഭാവികമായും നാട്ടുകാർ വീണ്ടും ശക്തിയുക്തം ഉന്നയിച്ചു വരികയാണ്. അതിനിടയിൽ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാതെ അവിടെ അങ്ങനെ നിലനിൽക്കുകയാണ്. ഈ 1.5 വർഷത്തിനിടെ ഈ പറയുന്ന ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി കുറേയധികം വീടുകൾ ചക്കക്കൊമ്പൻ ആക്രമണത്തിൻ്റെ നേരത്തെ രാഹുൽ വിജയൻ തന്നെ നേരത്തെയൊക്കെ പലയാവർത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. പന്നിയാറിലെ ഒരു റേഷൻ കടയുടെ ഭിത്തി തകർത്ത് അരിയെടുത്ത് തിന്ന വാർത്ത, അരിയെടുത്തൊക്കെ തിന്നട്ടെ ആൾക്കാരെ കൊല്ലുന്ന വാർത്ത ഒക്കെ ഈ ചക്കക്കൊമ്പൻ്റെ പേരിൽ ആവർത്തിച്ച് കേൾക്കുന്ന വാർത്തകളുമാണ്. രാഹുൽ വിജയൻ തുടരുന്നു. രാഹുൽ, അണപ്പ് മാറിയെന്ന് തോന്നുന്നു. ഇതിനെ തിരിച്ച് കാട് കയറ്റാനുള്ള പരിപാടി എങ്ങനെയാണ്? ഹാഷ്മി, അത് ഊർജിതമായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജലാശയത്തിലൂടെ ബോട്ടിൽ കുറച്ച് ആളുകൾ വരുന്നു, അതിന് പിന്നാലെ ശബ്ദമുണ്ടാക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. മാത്രമല്ല ഈ ജനവാസ മേഖലയിലേക്ക് വീടുകളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഈ ആന കയറാതിരിക്കാൻ വേണ്ടി ആളുകൾ ആ മറുവശത്ത് നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാർ എന്ന് വേണം പറയാൻ. ഈ വനംവകുപ്പ് വാച്ചർമാരും ഇവിടെയുണ്ട്. പക്ഷേ അവർക്കൊക്കെ പരിമിതമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആനകൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തുരത്താൻ വേണ്ടി എന്നുള്ളത് ഇന്നലെ തന്നെ വനംവകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം അത്രത്തോളം വലിയ പ്രയാസകരമായ കാര്യം,
വലിയൊരു ടെറൈനാണ് ഈ ചിന്നക്കനാൽ എന്ന് പറയുന്നത്. ദേവികുളം റേഞ്ചിലെ ഏറ്റവും വലിയ ഈ ആനകൾ നാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രദേശം ചിന്നക്കനാൽ, അതുപോലെ തന്നെ പൂപ്പാറ, ശങ്കരവണ്ടിമെട്ട്, അതുപോലെ തന്നെ ബോഡിമെട്ട് ഭാഗങ്ങളിലാണ്. ആ ടെറൈൻ ഫുള്ള് കറങ്ങുന്നതിന് വേണ്ടി ഒരു വണ്ടിയും 4 പേരടങ്ങുന്ന ഒരു ആറാട്ട് ടീമും മാത്രമാണുള്ളത്. അവർക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയുമെന്ന് അവർക്ക് പോലും അറിയില്ല, കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഏകദേശം 16 ആനകളുടെ കൂട്ടം ഇന്നലെ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതിനൊപ്പം ചക്കക്കൊമ്പനുണ്ട്. അങ്ങനെ ആനകളുടെ ഒരു വലിയ കൂട്ടം അത് പല സ്ഥലത്തേക്ക് പട്ടങ്ങളിലായിട്ട് പല ടീമുകളായിട്ട് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ആ ആനകളെയൊക്കെ ഓടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിനിടയിലാണ് ഇന്നലെ ഈ ചക്കക്കൊമ്പൻ്റെ ആക്രമണത്തിൽ ജോസഫ് വേലുച്ചാമി എന്ന് പറയുന്ന ആള് കൊല്ലപ്പെടുകയും ചെയ്തത്. അത് ഈ ചക്കക്കൊമ്പനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ആ ആനയെ, ഈ പ്രദേശത്ത് തന്നെ നിൽക്കുന്ന ആ ആനയെ തുരത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യം. അതിങ്ങനെ ഈ തേയിലത്തോട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ടൊക്കെ പറിച്ച് വെള്ളത്തിൽ കഴിയെ തിന്നാൻ ഉള്ള പ്ലാൻ തോന്നുന്നു. ചക്കക്കൊമ്പൻ ചക്ക കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.